നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കേസിന്റെ കാര്യത്തെക്കാൾ രൂക്ഷമാണ് അവന്റെ തീരുമാനങ്ങൾ. അമ്മേ, ഇത് ഹരിയേട്ടനോടും അമ്മാവനോടും സംസാരിക്കണം. ഹരിയേട്ടനാവുമ്പോ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ആലോചിക്കുമല്ലോ. പറയണം. ഇതുപോലെ നിന്ന് കത്തും ഓരോരുത്തരായിട്ട്. അമ്മ പേടിക്കണ്ട. അമ്മ എന്നോട് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അമ്മ എന്നോട് കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ പാവ അമ്മയല്ലേ. പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ അമ്മ എന്നോട് നുണ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ അമ്മ വല്ലാതെ വേർതിരിക്കുന്നല്ലോ. പേടിക്കണ്ടമ്മേ. ജീവൻ അമ്മയെ വലിയ ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. ശരവണനത് അമ്മയെ കാണിക്കണ്ടായിരുന്നു. ജ്യോതിയമ്മ അത് പാത്തപ്പോ നടുങ്ങി പോയച്ചമ്മ. അതാ ഉടനെ ചെന്ന് അമ്മാവെ കാട്ടിയത്. അവര് അത് ജീവൻ സാറോട് ചോദിക്കുമെന്ന് ഞാൻ നനച്ചതേ ഇല്ലമ്മ. എന്താ നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അമ്മയെ വിളിച്ചാലോ? എന്താ അമ്മേ, എന്താ ഉണ്ടായത്? ഞാൻ അവനോട് ചോദിച്ചു. പോലീസുകാരനെ ആക്രമിച്ചത് ജീവൻ തന്നെയാണ്. നിത്യം മാത്രമല്ല, നമ്മളെയൊക്കെ കൊല്ലാനുള്ള വെറിയുണ്ട് അവന്റെ കണ്ണിൽ. ഞാനിപ്പോ കണ്ടത് ജീവനെ അല്ല, ആ മനസ്സിൽ കൂടിയിരിക്കുന്ന ഒരു ഭീകര ജീവിയെ. അതിന്റെ ഭീകര രൂപമാണ്. ഒരു കാര്യം ഉറപ്പാണ് ശരവണ, അവൻ നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നത് നിത്യയും ഹരിയും തമ്മിലുള്ള വിവാഹത്തിന്റെ യാഥാർത്ഥ്യം അറിയാനാണ്. അതൊരു കള്ളക്കഥയാണെന്ന് ബോധ്യപ്പെട്ട അവൻ പിന്നെ എന്തൊക്കെ കാണിച്ചു കൂട്ടുവെന്ന് പറയാൻ പറ്റില്ല. അതിനിപ്പോ എന്തു അമ്മേ ചെയ്യുന്നേ? വിവാഹത്തിന്റെ പ്രൂഫ് വേണമെന്ന് SI പറഞ്ഞിട്ടുണ്ടല്ലോ. അതുണ്ടാക്കിയേ പറ്റൂ. എപ്പടിയമ്മ? അതെനിക്കറിയില്ല. പക്ഷെ ജീവനിൽ നിന്നും നിത്യ രക്ഷപ്പെടണമെങ്കിൽ അവൾ ഹരിയുടെ ഭാര്യയാണെന്ന് ജീവന് മനസ്സിലായേ പറ്റൂ. കേസിന്റെ കാര്യത്തെക്കാൾ രൂക്ഷമാണ് അവന്റെ തീരുമാനങ്ങൾ. അമ്മേ, ഇത് ഹരിയേട്ടനോടും അമ്മാവനോടും സംസാരിക്കണം. ഹരിയേട്ടനാവുമ്പോ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ആലോചിക്കുമല്ലോ. പറയണം. ആ പത്രം എന്റെ മുമ്പിലിട്ട് അവൻ കത്തിച്ചു. ഞാൻ കള്ളം പറഞ്ഞു എന്ന് അവന് ബോധ്യപ്പെട്ട ഇത് തന്നെയായിരിക്കും അമ്മയുടെ ഗതി എന്നും പറഞ്ഞു. ഏറ്റവും സങ്കടം, അവന്റെ ഈ പ്രവൃത്തികളൊന്നും നിത്യം മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന. നിത്യമേടത്തെ എപ്പടി കുറ്റം പറയാൻ പറ്റുമമ്മ?
അവരെ മുന്നാടി പോകുമ്പോൾ ജീവസാർ പഞ്ചപാവം മാതിരി താൻ നടിക്കുന്നത്. അതെ അമ്മേ, ഏട്ടൻ നിത്യേച്ചി നോക്കുന്ന നോട്ടം കണ്ടിട്ടുണ്ടോ? അപ്പൊ ഏട്ടന്റെ കണ്ണിൽ കണ്ണീരുണ്ടാവും. എല്ലാം നഷ്ടപ്പെട്ട ഒരാളുടെ ഭാവം ഉണ്ടാവും. നെഞ്ച് തകർന്നു പോകാൻ അതുപോരെ? അതെ, മുൻപത്തെ പോലെയല്ല. ജീവൻ കുഴപ്പക്കാരനാണെന്ന് പറയാൻ എനിക്ക് അവളോട് കൂടുതൽ കൂടുതൽ തർക്കിക്കേണ്ടി വരിക. അബദ്ധത്തിലെങ്ങാനും അവള് ജീവനോട് സത്യം മുഴുവൻ പറഞ്ഞു പോയാ പിന്നൊന്നും ബാക്കി ഉണ്ടാവില്ല. നിങ്ങൾ വാ, ഇപ്പൊ തന്നെ ഹരിയോടും രാമകൃഷ്ണേട്ടനോടും സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തണം. വാ. ജ്യോതിയമ്മ വാങ്ങമ്മ. വിവാഹത്തിന്റെ പ്രൂഫ് 1 മാസത്തിനകം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയേ പറ്റൂ. എല്ലാവരും അതിനുള്ള നെട്ടോട്ടത്തിലായിരിക്കും. നേരെ ചൊവ്വെ വിവാഹം നടക്കാത്തതുകൊണ്ട് അങ്ങനൊരു പ്രൂഫ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനാണെങ്കിൽ പിന്നെയുള്ള മാർഗം ഒരു തവണ കൂടി ഹരിയുടെയും നിത്യയുടെയും വിവാഹം നടക്കണമെന്നതാ. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചുകൂടാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. രാമകൃഷ്ണേട്ട, കുറെ കാലമായിട്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ സംഭവിക്കുമ്പോഴും അപ്പുറത്തൊരു വഴി തെളിയും. പക്ഷെ ഈ ഒരു കാര്യത്തില് ഒന്നും എന്റെ മനസ്സിൽ തെളിയുന്നില്ല. എല്ലാവരോടും ഒന്നും എനിക്ക് പറയാനുള്ളൂ, എന്റെ നിത്യമോൾക്കൊന്നും സംഭവിക്കരുത്. ഇപ്പോ വിവാഹത്തിന്റെ പ്രൂഫ് SI ചോദിച്ച സ്ഥിതിക്ക് അത് കിട്ടിയില്ലെങ്കിൽ അയാളുടെ ഭാഗത്തിന് നടപടികൾ എന്തായാലും ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.